الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്ത അമലുകളെല്ലാം ഇതിന് കുറവുകളൊക്കെ പരിഹരിച്ച് നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അതിന്റെ അവസാനത്തേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ സ്പീഡിലും വേഗതയിലും അത് കഴിഞ്ഞുകൊണ്ടിരിക്കും. ആദ്യത്തെ 20 ദിവസങ്ങൾ നമ്മളൊന്ന് പിന്നിട്ടു. എന്നാൽ ആ 20 ദിവസത്തിനേക്കാൾ മഹത്വവും പുണ്യവുമുള്ള ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. ലോക മുസ്ലിമീങ്ങൾ പണ്ഡിതന്മാർ ഏകഭിപ്രായക്കാരമായ ഒരു വിഷയമാണ് ഏറ്റവും പുണ്യവും മഹത്വവുമുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്. അത് ഖുർആനിൽ സ്ഥിരപ്പെട്ടതും ആ ദിവസം വരുന്നതും ഈ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 20 ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ അവസാനത്തെ 10 ദിവസം അധ്വാനിക്കൽ, കഷ്ടപ്പെടൽ നമ്മുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാനത്തെ 10 ദിവസം മറ്റുള്ള ദിവസങ്ങൾ ചെയ്യാത്ത ചില അമലുകൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അത് ചില കാര്യങ്ങൾ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറയാറുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ കാണാം. كان رسول الله صلى الله عليه وسلم يجتهد في العشر الأواخر. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ അവസാനത്തെ 10ൽ അധ്വാനിക്കുമായിരുന്നു, പരിശ്രമിക്കുമായിരുന്നു. മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. ഈ അവസാനത്തെ 10 അല്ലാത്ത മറ്റു ദിവസങ്ങളിൽ സാധാരണ ഇബാദത്തിൽ റസൂലുള്ളാഹി പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ റസൂലുള്ളാഹി അവസാനത്തെ 10ൽ പരിശ്രമിക്കുമായിരുന്നു. വേറെ ഹദീസിൽ കാണാം, അതും ആയിഷ റളിയല്ലാഹു അൻഹ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. كان رسول الله صلى الله عليه وسلم إذا دخل العشر. റസൂലുള്ളാഹി തങ്ങൾ റമളാനിന്റെ അവസാനത്തെ 10 വന്നെത്തിയാൽ أحيا ليله وأيقظ أهله وشد مئزره. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ അവസാനത്തെ 10 വന്നാൽ ആ 10 ദിവസങ്ങളെയും രാത്രികൾ ജീവിപ്പിക്കുമായിരുന്നു. കഥകളെ കൊണ്ട് കളിച്ചിട്ടല്ല, മറിച്ച് ഇബാദത്തുകളെ കൊണ്ട്, ഉറങ്ങാതെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുമായിരുന്നു റമളാന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ. അത് മാത്രമല്ല, വഅയ്ഖള അഹ്ലഹു, കുടുംബക്കാരൊക്കെ വിളിച്ചു നിർത്തി അവരെയും അതിൽ പങ്കാളികളാക്കും. വശദ്ദ മിഅ്സറഹു, അരമുണ്ട് മുറുക്കി കൊടുത്ത് റസൂലുള്ളാഹിയുടെ ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കുമായിരുന്നു. 2 തഫ്സീറാണ് പണ്ഡിതന്മാർ ഇതിന് നൽകുന്നത്. ഒന്ന്, അവസാനത്തെ 10 വന്നെത്തിയ റസൂലുള്ളാഹി കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കുമായിരുന്നില്ല, അതായത് ഭാര്യയുമായി രാത്രി പങ്കിടുകയില്ല. ആ 10 ദിവസം പള്ളിയിൽ ഇഅ്തികാഫായിരിക്കും. ഒന്ന്. രണ്ടാമത്തെ തഫ്സീർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാനത്തെ 10ൽ മറ്റു മാസങ്ങളിൽ നിന്നും മറ്റു ദിവസങ്ങളിൽ നിന്നും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു ഈ അവസാനത്തെ 10 ദിവസം. പിന്നെ അവസാന 10 ദിവസം നമ്മൾ ചെയ്യേണ്ട പ്രത്യേകമായ ചില അമലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫു ഫിൽ അശ്ർ الأواخر من رمضان حتى توفاه الله ثم اعتكف أزواجه من بعده صلى الله عليه وسلم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 വന്നാൽ, റമളാനിന്റെ അവസാനത്തെ 10 വന്നാൽ ആ 10 ദിവസം റസൂലുള്ളാഹി തങ്ങൾ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നത് വരെ റസൂലുള്ളാഹി ചര്യയായിരുന്നു അത്. ഈ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരും അതേപോലെ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു എന്നും ഹദീസിൽ കാണാം. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹീഹായ ഹദീസ്. ഈ ഹദീസിൽ മനസ്സിലാകുന്നത് അവസാനത്തെ 10ൽ പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ട 2 അമലുകൾ. ഒന്ന്, ചെയ്യുന്ന അമലുകൾ കൂടുതലാക്കുക, അധികരിപ്പിക്കുക. 2, ഇഅ്തികാഫ് ഇരിക്കുക. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേക നിയ്യത്തോടു കൂടി അല്ലാഹുവിന്റെ ഭവനത്തിൽ വചനമിരിക്കുക.
വിവാദത്തിൽ മുഴുകുക വിവാദ പള്ളികളിൽ. അത്യാവശ്യത്തിനല്ലാതെ പുറത്തു പോകാതിരിക്കുക. ദുനിയാവിന്റെ തിരക്കുകളും ദുനിയാവിന്റെ ബന്ധങ്ങളും വിച്ഛേദിച്ച് പള്ളിയിൽ ഇബാദത്തിന് വേണ്ടി കഴിച്ചു കൂട്ടുക. അതാണ് ഇഹ്തികാഫ് എന്ന് പറഞ്ഞത്. വലിയ പുണ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹിങ്ങൾ നിത്യമായി എല്ലാ റമദാനിലും ചെയ്തിരുന്ന ഒരു ഇബാദത്തും കൂടിയാണ്. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിയുടെ ഭാര്യമാരും സഹാബാക്കളും നിത്യമാക്കിയിട്ടുള്ള ഒരു അമലും കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ദിവസവും ഇഅ്തികാഫ് ഇരിക്കാൻ പരിശ്രമിക്കണം. അത്ര പുണ്യമുള്ള ബോധിച്ചുള്ള ഒരു ഇബാദത്തും ഈ ഒരു കാലഘട്ടത്തിൽ വിസ്മരിക്കപ്പെടുന്ന ഇബാദത്തുമാണ്. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഇബാദത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യമായി ചെയ്യുമായിരുന്നു. ഒരു വീഴ്ചയും വരുത്താതെ റസൂലുള്ളാഹി നിത്യമായി ചെയ്യുമായിരുന്നു എന്ന് കിതാബുകളിൽ കാണാം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ചെയ്തിരുന്ന മറ്റൊരു പ്രവൃത്തി റമദാനിന്റെ അവസാനത്തെ 10 രാത്രി മുഴുവൻ പുണ്യമുള്ളതാണ്. ഇന്ന സമയത്തൊന്നുമില്ല, എല്ലാ സമയവും റമദാനിന്റെ അവസാനത്തെ 10 മുഴുവൻ സമയവും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഒന്നും പാഴാക്കി കളയരുത്. പിന്നീട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് തഹരി ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കണം. കാരണം ലൈലത്തുൽ ഖദ്ർ ഉണ്ടാകുന്നത് റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഒരു ദിവസമാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ ഖദ്റിന്റെ രാത്രിയാണ് പരിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയത്. വമാ അദറാക മാ ലൈലത്തുൽ ഖദ്ർ. നിനക്കറിയുമോ എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്? ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള മാസമാണ്, പുണ്യമുള്ള ദിവസമാണ്, ആ രാത്രിയാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. നിന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം, അല്ലാഹുവിന്റെ അനുവാദ പ്രകാരം ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളുമായി ജിബ്രീലും മറ്റു മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രാത്രിയാണ്. പ്രഭാതം വരെ സംരക്ഷണമുള്ള സലാമത്തായ രാത്രിയും കൂടിയാണ് അത്. അദ്ദേഹത്തിന്റെ മജ്മൂ എന്ന കിതാബിൽ വിശദീകരിക്കുന്നതായി കാണാം. 1000 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 83 അല്ലെങ്കിൽ 82 വർഷം. ആ ഒരു രാത്രി ഒരാളെ ഇബാദത്തിൽ കഴിച്ചു കൂട്ടുകയും ആ ലൈലത്തുൽ ഖദ്ർ കിട്ടുകയും ചെയ്താൽ 83 വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് അവന് രേഖപ്പെടുത്തുന്നത്. നമ്മുടെ മുമ്പ് കഴിഞ്ഞ സമുദായങ്ങൾ അവര് 10,000 1000 കൊല്ലം ജീവിച്ച ആൾക്കാരാണ്. നമ്മളെ പോലെയല്ല, അല്ലേ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് ചെയ്ത വർഷം മാത്രം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് 950 വർഷം. 950 വർഷമാണ് നൂഹ് നബി ദഅവത്ത് ചെയ്തത് മാത്രം. ജീവിച്ചത് അതിലും കൂടുതൽ. അതേപോലെ മുൻഗാമികളെല്ലാവരും വർഷങ്ങളോളം ആയുസ് നൽകപ്പെട്ടവരാണ്. അപ്പൊ അവർക്കിടയിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. വളരെ തുച്ഛമായ സമയം, വളരെ കുറവില്ല, മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കുറവ്. പക്ഷെ റസൂലുള്ളാഹി തആല പറഞ്ഞു ഈ ഉമ്മത്തായിരിക്കും മറ്റുള്ള ഉമ്മത്തിനേക്കാൾ കൂടുതൽ മഹത്വമുള്ളത് പരലോകത്ത്. എന്തുകൊണ്ടെന്നാൽ അവർ ഈ ഇത്രയും വർഷം ഇബാദത്ത് ചെയ്തിട്ടും നമ്മൾ ഈ 60-70ന്റെ ഇടയിൽ ചെയ്യുന്ന ഇബാദത്ത് അതിന് തത്തുല്യമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ ഇത്തരത്തിൽ ഓഫറുകളാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഒരു രാത്രി ഒരു 60 വയസ്സുള്ള ഒരാൾ പ്രായപൂർത്തിയായതിനു ശേഷം വരുന്ന 45 വർഷം, ഈ 45 വർഷം 45 റമദാനിലും അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുകയും ഈ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ കിട്ടുകയും ചെയ്താൽ 43 × 83 വർഷം കണക്കൂട്ടിയാൽ അത്രയും ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് അല്ലാഹു നമുക്ക് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ അവസരം അത് നഷ്ടപ്പെടുത്തി കളയരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തഹബ്ബു ലൈലത്തുൽ ഖദ്ർ ഫീ അശ്റിൽ അവാഖിർ മിൻ റമദാൻ. റമദാനിന്റെ അവസാനത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. ചില റിപ്പോർട്ടുകളിൽ അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രികൾ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നും കാണാം. മുൻഗാമി ഉദ്ധരിക്കപ്പെട്ട ചില റിവായത്തുകളിൽ അത് 27 ആണെന്നും 25 ആണെന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ റമദാനിന്റെ അവസാനത്തെ 10
എല്ലാ ദിവസവും ഇഅ്തികാഫ് ഇരിക്കുക. അതാണ് ഏറ്റവും അഭികാമ്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അതേപോലെ മറ്റൊരു അമൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, റസൂലേ, അവസാനത്തെ 10 ഞാൻ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖൂലി, നീ ആ അവസാനത്തെ 10 അധികരിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്ന ദുആ നീ അധികരിപ്പിക്കണം. വളരെ എളുപ്പമുള്ള ദുആ. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതിന്റെ അർത്ഥം വെച്ചാൽ അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫൂവുൻ, നീ വിട്ടുവീഴ്ച കാണിക്കുന്നവൻ. വീഴ്ച മനസ്സിലായി, പുറത്തു കൊടുക്കും, മാപ്പാക്കി കൊടുക്കും. നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവരും ആണ്. അതുകൊണ്ട് ഫഅഫു അന്നി, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണം, എന്നോട് വിട്ടുവീഴ്ച നീ കാണിക്കണം എന്നാണ് അതുകൊണ്ട് അർത്ഥം. അതും കൂടി നമ്മൾ അധികരിപ്പിക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ദിവസം അധികരിപ്പിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആയാണ്. അത് നമ്മൾ അധികരിപ്പിക്കുക. ഇതാണ് പ്രത്യേകമായി അവസാനത്തെ 10 ദിവസം നമ്മൾ ചെയ്യേണ്ട അമലുകളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ മറ്റൊരു കാര്യം, ഈ അടുത്ത കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെടുകയും വിഷയമാവുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയം ഖിയാമുൽ ലൈലിനെ സംബന്ധിച്ച്. ഖിയാമുൽ ലൈൽ നമ്മൾ എപ്പോൾ നിസ്കരിക്കണം? ഏതാണ് അതിന്റെ സമയം? രാത്രിയുടെ ആരംഭത്തിലാണോ, അതല്ല രാത്രിയുടെ അവസാനത്തിലാണോ, അതല്ല രാത്രി മുഴുവനാണോ? അല്ലെ, ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം, പ്രത്യേകിച്ച് അവസാനത്തെ 10. ഈ വിഷയം അധികം നമ്മൾ ചർച്ച ചെയ്യാറോ അല്ലെങ്കിൽ അതിലൊരു അമിതമായ ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല. വളരെ വ്യക്തമാണ്, വളരെ എളുപ്പമാണ്. കാരണം ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ തന്നെ സുന്നത്തായ നിസ്കാരം. സുന്നത്തായ നിസ്കാരം വേണമെങ്കിൽ ചെയ്യുക, വേണമെങ്കിൽ ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. അതിൽ അടികൂടുകയും അതിന്റെ റക്അത്തിന്റെ വിഷയത്തിൽ അടികൂടുകയും ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. നമ്മൾ ഈ വിഷയം പഠിക്കാൻ ശ്രമിച്ചാൽ, നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയം പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കൂടെ കൂടിയിട്ട് പഠിക്കാൻ പാടില്ല. അങ്ങനെ പഠിച്ചാൽ നമുക്ക് അതേ കാണാൻ പറ്റും. നിഷ്കളങ്കമായിട്ട് പഠിക്കണം. അവിടെയും ഇവിടെയും ഇല്ലാതെ സത്യം മനസ്സിലാക്കാൻ നല്ല രൂപത്തിൽ ഈ വിഷയം പഠിക്കാൻ തയ്യാറായ നമുക്ക് മനസ്സിലാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഏറ്റവും അഫ്ളലും അഭികാമ്യവും റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെ ചെയ്തോ അതേപോലെ ചെയ്യണം. റസൂലുള്ളാഹി തങ്ങൾ റമളാനിലും റമളാൻ അല്ലാത്തപ്പോഴും ഈ ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് എന്ന് പറയുന്ന നിസ്കാരം, ഒരു നിസ്കാരം, ഖിയാമുൽ ലൈൽ, തറാവീഹ്, അതേപോലെ തഹജ്ജുദ്, അതേപോലെ ഖിയാമു റമളാൻ, ഇതൊക്കെ ഒരു നിസ്കാരം. ആ നിസ്കാരത്തിന്റെ സമയവും സ്ഥലവും മാറുന്നതനുസരിച്ച് പേര് മാറും എന്നാണ് നമുക്ക് ഹദീസ് മനസ്സിലാകുന്നത്. അല്ലെ, റമളാനിൽ നിസ്കരിക്കുകയാണെങ്കിൽ തറാവീഹ് എന്ന് പറയും. 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് വിശ്രമിച്ച് നിസ്കരിക്കുന്നതാണ് തറാവീഹ് എന്ന് പേര് കിട്ടിയത്. പിന്നെ റമളാനിൽ ഇശാക്ക് ശേഷം രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ഖിയാമുൽ ലൈൽ എന്ന് പറയും. ഇനി ഇശാ നിസ്കാരം ഞാൻ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിന് തഹജ്ജുദ് എന്ന് പറയും. റമളാനിൽ പ്രത്യേകമായി നിസ്കരിക്കുന്ന ഖിയാമു റമളാൻ എന്നും പറയും. ഇതൊക്കെ ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. ഫുഖഹാക്കൾ ചർച്ച ചെയ്ത വിഷയം കൂടിയാണ്. കാരണം എന്താ പറയുക, സലാത്തു തറാവീഹിന്റെ ബാബിൽ പണ്ഡിതന്മാർ കൊടുത്ത ഹദീസുകൾക്ക് ഈ ഹദീസുകളാണ്. ഖിയാമു റമളാൻ അതിന്റെ കീഴിൽ കൊടുത്ത ഹദീസുകളും ഇതാണ്. ബാബു തഹജ്ജുദ്, തഹജ്ജുദുമായി ബന്ധപ്പെട്ട അധ്യായം, അതിലും പണ്ഡിതന്മാർ കൊടുത്ത ഹദീസുകൾ ഇതാണ്. നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എല്ലാ നിസ്കാരത്തിന്റെയും പേര് സമയത്തിനനുസരിച്ച് മാറുന്നു. നിസ്കാരം ഒന്ന് തന്നെയാണ്. അത് റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത് 11 റക്അത്താണ്. റമളാനിൽ, റമളാൻ അല്ലാത്തപ്പോൾ എല്ലാവർക്കും തർക്കമില്ല. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ ഏറ്റവും അഫ്ളൽ എന്ന് പറഞ്ഞാൽ 11 റക്അത്ത് നിസ്കരിക്കലാണ്. എങ്ങനെ? അത് റസൂൽ നിസ്കരിച്ചതുപോലെ, അതിലാർക്കും തർക്കമില്ല. റസൂൽ നിസ്കരിച്ചതെന്ന് വെച്ചാൽ ഇശാ നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കാരം, അത് കഴിഞ്ഞ് ഖിയാമുൽ ലൈൽ തുടങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത് ലഘുവായ നിസ്കരിക്കും. സ്പീഡ് ഒരു 2 റക്അത്ത്, അത് രണ്ട് ദീർഘമായി നിസ്കരിക്കും. റസൂൽ രാത്രി നിസ്കാരത്തിന്റെ പ്രത്യേകം എന്താ അറിയാം? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ തസ്അൽ അൻ തൂലിഹിന്ന വ ഹുസ്നിഹിൻ, അതിന്റെ ദൈർഘ്യത്തെ സംബന്ധിച്ചു, അതിന്റെ ഭംഗിയെ സംബന്ധിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല, പറയാൻ കഴിയും. അതിനും അപ്പുറം അതാണ് റസൂൽ നിസ്കാരം. ഇശാക്ക് ശേഷം റസൂൽ തുടങ്ങും, സുബ്ഹി വരെ. അതാണ് ഏറ്റവും അഫ്ളൽ. ഒരാൾക്കൊരു തർക്കമില്ല.
ദീർഘമായ രാത്രി മുഴുവൻ നിസ്കരിക്കും. അത് മാത്രമല്ല റസൂലുള്ളാഹിയുടെ സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് രാത്രി നിസ്കാരം നിസ്കരിക്കേണ്ടത്, ഖിയാമുൽ ലൈൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, മസ്ന മസ്ന, ഈ രണ്ട് റക്അത്തായി നിസ്കരിച്ചു. എത്ര റക്അത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ റസൂൽ. മസ്ന മസ്ന, ഈ രണ്ട് റക്അത്തായി നിസ്കരിച്ചു കൊള്ളുക. ഏതുവരെ? ഫജ്ർ ആകും, ബാങ്ക് കൊടുക്കാനായി എന്ന് നീ ഭയപ്പെട്ടാൽ നീ വിത്തറാക്കുക, ഉറക്കാത്തുകൊണ്ട് നീ വിത്തറാക്കി നിസ്കാരം പൂർത്തീകരിക്കുക. അപ്പൊ അതാണ് ഏറ്റവും അഫ്ദൽ. റസൂൽ ചെയ്തതും റസൂൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഹദീസ് അതാണ്. അപ്പൊ ഒരാൾ റസൂൽ ചെയ്ത പോലെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുക, ദീർഘമായ ഖുർആൻ ഓതി. അതാണ് ഏറ്റവും അഫ്ദൽ. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഒരു പണ്ഡിതനും അതിന് അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇതിനങ്ങനെ നമുക്ക് ചെയ്യാൻ പ്രയാസമുണ്ട്. സ്വാഭാവികം, നമുക്ക് അങ്ങനെ ചെയ്യാൻ പ്രയാസമുണ്ട്. നമ്മുടെ രാവിലത്തെ ജോലി തിരക്കുകളൊക്കെ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ രാത്രി മുഴുവൻ നിസ്കരിക്കാൻ പ്രയാസം. അപ്പൊ രണ്ട് ചർച്ച. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവ്വലിലെ അല്ലെങ്കിൽ ആഖിറിലെ ഏത് സമയത്ത് നിസ്കരിക്കും? രാത്രിയുടെ തുടക്കത്തിലാണോ, അത് ഇശാക്ക് ശേഷമാണോ, അതല്ല തഹജ്ജുദിന്റെ സമയത്താണോ? ഏത് സമയത്ത് നിസ്കരിക്കും? രണ്ടിനും പണ്ഡിതാഭിപ്രായങ്ങളുണ്ട്. ഇങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. രണ്ടും അഭികാമ്യമാണ്, പ്രശ്നമൊന്നുമില്ല. രണ്ടും ജായിസാണ്. ഒരാൾക്ക് രാവിലെ അവ്വലിലെ നിസ്കരിക്കാൻ എളുപ്പം, അയാൾക്ക് അങ്ങനെ ചെയ്യാം. ഒരാൾക്ക് രാത്രിയുടെ അവസാന ഭാഗത്ത് നിസ്കരിക്കാൻ എളുപ്പം, അയാൾക്ക് അങ്ങനെയും ചെയ്യാം. രണ്ടും ജായിസാണ്. രണ്ടിലും പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ, രണ്ട് ജമാഅത്ത് നിർബന്ധമുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തഹജ്ജുദ് അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ അത് ജമാഅത്ത് ആയിട്ട് നിസ്കരിക്കാം, ജമാഅത്തിന്റെ ഒറ്റയ്ക്കും നിസ്കരിക്കാവുന്നതാണ്. അല്ലേ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അതാ മനസ്സിലാക്കുക. അപ്പോൾ ഒരാൾക്ക് ജമാഅത്തിന്റെ കൂടെ നിസ്കരിച്ചാൽ റാഹത്തായി നിസ്കരിക്കാൻ പറ്റും. കാരണം ഇയാൾക്ക് നമ്മുടെ അവസ്ഥ പറയാം, നമുക്ക് ദീർഘമായി നിന്ന് ഖുർആൻ ഓതി നിസ്കരിക്കാൻ നമ്മളോട് പ്രയാസം. അപ്പൊ ഇമാമിന്റെ പിറകിലാണെങ്കിൽ നല്ല ഖുശൂഅോടുകൂടി ഖിറാഅത്ത് നിസ്കരിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അതാണ് നമുക്ക് അഫ്ദൽ. ഇനി അതല്ല, ഖുർആൻ പഠിച്ച ഹാഫിളായ ഒരാളാണ്, അയാൾക്ക് ഇമാമിന്റെ പേരിൽ നിൽക്കുമ്പോൾ അത്ര റാഹത്ത് കിട്ടൂല, ദീർഘമായി നിസ്കരിക്കണം, അയാൾക്ക് ഒറ്റയ്ക്കും നിസ്കരിക്കാം, അതും ജായിസാണ്. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. ജമാഅത്ത് തന്നെ നിസ്കരിക്കണം അത് നിർബന്ധമില്ല. നമുക്ക് തെറ്റിദ്ധാരണ, നമ്മുടെ നാട്ടില് പണ്ടേ ചെയ്തു വരുന്ന എന്തുകൊണ്ടും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. നിർബന്ധമുള്ള കാര്യമില്ല. ഒറ്റ നിസ്കരിക്കണം, അതാണ് അഫ്ദൽ. ഇനി ജമാഅത്തിന്റെ കൂടെ നിസ്കരിച്ചാൽ ഖുശൂ കിട്ടുക, അതാണ് അഫ്ദൽ. ഇപ്പൊ രണ്ട് സമയം നമ്മൾ ഏത് സമയത്ത് നിസ്കരിക്കണം അത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഏത് സമയം? രണ്ടിലും പണ്ഡിതാഭിപ്രായങ്ങളുണ്ട്. ഇന്ന് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അഹ്മദ്, ഈ നാല് പ്രഗത്ഭന്മാരായ മദ്ഹബിന്റെ പണ്ഡിതന്മാരെ ഇമാമുമാരെ തഖ്ലീദ് ചെയ്യാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ തഖ്ലീദ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമില്ല, നമ്മൾ തഖ്ലീദ് ചെയ്യുന്നവരും അല്ല. നമ്മൾ അങ്ങനെ വാശി പിടിക്കേണ്ട ആവശ്യമില്ല, ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പള്ളിയിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ചർച്ചാ വിഷയമാണ്. ഇതിനാണ് നമ്മുടെ മുൻഗാമികളായ സാത്വികന്മാരായ ഉൾക്കാഴ്ചയുള്ള പണ്ഡിതന്മാർ, നമ്മുടെ നാട്ടിൽ ജീവിച്ചു മറന്നു പോയിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നമ്മളവർ ചോദിച്ചു, കാലഘട്ടത്തിൽ ചോദിച്ചു, അവർ പറഞ്ഞൊരു വിഷയം, നിങ്ങളുടെ നാട്ടിലും വീട്ടിൽ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അത് തുടരുക. നിങ്ങൾ തറാവിക്ക് ശേഷമാണോ നിസ്കരിക്കുന്നത്, അല്ല ഇശാക്ക് ശേഷമാണോ നിസ്കരിക്കുന്നത്, അങ്ങനെ ചെയ്യാം. ഇനി രാത്രിയാണോ നിസ്കരിക്കുന്നത്, അങ്ങനെ ചെയ്യാം. ചെയ്യാത്ത ഒരാൾ കൂടുതൽ തുടങ്ങുകയും വേണ്ട, തുടങ്ങിയാണ് അത് വിദഗ്ധാണോ അത് നിർത്തുകയും വേണ്ട. രണ്ടും അഭികാമ്യമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, ഇനി അവസാനത്തെ 10 വന്നാൽ, ഈ മുമ്പ് കുറച്ച് ഹദീസിൽ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി അവസാനത്തെ 10 അമിതമായി ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. മറ്റുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തമായി കൂടുതൽ ഇബാദത്ത് ചെയ്യുമായിരുന്നു. 1. 2, രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു. അപ്പൊ അതിനോട് ഏറ്റവും യോജിച്ചത്, രാത്രിയെ ജീവിപ്പിക്കുന്നത് എന്താ ചെയ്യേണ്ടത്? വെറുതെ ഉറങ്ങിയാൽ ശരിയാവും? ഇശാക്ക് ശേഷം തറാവീഹ് വെച്ച് വെറുതെ കിടന്നുറങ്ങി രാത്രി ജീവിപ്പിക്കലാവും? ഇല്ല. അപ്പൊ രാത്രിയാണ് ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക. അതും അഭികാമ്യമാണ്, ജായിസാണ്. അത് വിദഗ്ധാണെന്നോ പാടില്ലാത്തോ പറയാൻ നമുക്ക് വകുപ്പുകളില്ല. കാരണം രണ്ടിലും സലഫുകളുടെ അമൽ സ്ഥിരപ്പെട്ടതാണ്, സഹാബാക്കളുടെ അമൽ സ്ഥിരപ്പെട്ടതാണ്. സഹാബാക്കളുടെ അമൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ വിദഗ്ധാണെന്ന് പറഞ്ഞ് തള്ളാൻ നമുക്ക് അധികാരമില്ല. നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പണിയിൽ എങ്ങനെയാണോ ചെയ്തു വരുന്നത് അതേപോലെ ചെയ്യാവുന്നതാണ്. പിന്നെ അതെല്ലാം ഇങ്ങനെ വേണ്ട, ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ജായിസായതാണ്. അപ്പൊ ഫിത്നകൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ നമ്മൾ തുടർന്നു വരുന്ന അതേപോലെ തുടരുക, അതല്ലെങ്കിൽ ഒന്നും വേണ്ടാന്ന് നമുക്ക് തീരുമാനം എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ മുൻഗാമികളായ സാധികന്മാരായ പണ്ഡിതന്മാർ
സൂചിപ്പിച്ചത്. ഈ പരിശുദ്ധ റമദാനിന്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ സംവാദം നടത്താനോ അടിപിടി കൂടാനോ ഈ വിഷയത്തെ തർക്കിക്കാനോ പാടില്ലാത്തതാണ്. പിശാച് അതിനായിരിക്കും ശ്രമിക്കുക. അതുകൊണ്ട് അത്തരമുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. സുന്നത്തായ കാര്യത്തിന് വേണ്ടി വെറുതെ പരിശുദ്ധ റമദാനിന്റെ മഹത്വത്തെ നശിപ്പിച്ചു കളയുന്ന രൂപത്തിലുള്ള സംസാരങ്ങളിലും സംവാദങ്ങളിലും ഏർപ്പെടാതിരിക്കുക. അതേപോലെ തന്നെയാണ് വിത്തറിലെ കുടുംബത്തിന്റെ വിഷയം. അതും വിദഗ്ധാണെന്ന് പറഞ്ഞാൽ നമുക്ക് അധികാരമില്ല. കാരണം അതും സലഫുകളുടെ അമലിൽ സ്ഥിരപ്പെട്ടതാണ്. ഏകദേശം 100ഓളം ഹദീസിന്റെ വിഷയത്തിൽ ഞാൻ നോക്കി. 100ഓളം ഹദീസ്. ആ ഹദീസിൽ ഒരു ഹദീസിലും റസൂലുള്ളാഹി തങ്ങൾ വിത്തറിൽ ഖുനൂത്ത് ഓതിയതായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരു ഹദീസിൽ ആ ഹദീസിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഹസനാക്കിയിട്ടുണ്ട്. ഒറ്റൊരു ഹദീസ്. ബാക്കിയുള്ള ഹദീസ് ഒന്നും റസൂലുള്ളാഹി വിത്തറിൽ ഖുനൂത്ത് ഓതിയതായി സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹു വിത്തർ ഓതുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത ദുആ ആണ് അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത വഅഫിനി ഫീമൻ ആഫിയത എന്ന് പറയുന്ന ആ ദുആ. അത് റസൂൽ പഠിപ്പിച്ചു കൊടുത്ത. പക്ഷെ റസൂൽ ചെയ്തേ സ്ഥിരപ്പെട്ടിട്ടില്ല. റസൂൽ ഖുനൂത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് നാസിലത്തിന്റെ ഖുനൂത്താണ്. നാസിലത്തിന്റെ ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് ഒരു വിപത്ത് വരുമ്പോൾ ദുആ ചെയ്യാം. അത് റസൂൽ തങ്ങൾ ഫജ്റിൽ ചെയ്തിട്ടുണ്ട്, ദുഹൂറിൽ ചെയ്തിട്ടുണ്ട്, ജുമുഅക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ അസ്ർ, മഗ്രിബ്, ഇശ എല്ലാ നിസ്കാരത്തിലും റസൂൽ ഖുനൂത്ത് ഓതിയിട്ടുണ്ട്. അതാണ് നാസിലത്തിന്റെ ഖുനൂത്ത് എന്ന് പറയാം. അതല്ലാത്ത വിത്തറുള്ള ഖുനൂത്ത് റസൂൽ ചെയ്തതായി സ്ഥിരപ്പെട്ടിട്ടൊന്നും കാണുന്നില്ല. അല്ലാഹു അഅലം. എന്നാൽ റസൂൽ ഹസൻ റളിയല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ വിത്തറിൽ ഇത് ചെല്ലുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സലഫുകളുടെ അമൽ, സഹാബാക്കളുടെ അമൽ അത് സ്ഥിരപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് വേണ്ടവർക്ക് ചെയ്യാവുന്നത് ചെയ്യാവുന്നതാണ്. അതിൽ ചെയ്യാതിരിക്കുന്നവർക്ക് അതും അനുവദിക്കപ്പെട്ടതാണ്. ചെയ്യുന്ന ആളെ മുഹദ്ദിയാണെന്നോ ചെയ്യാത്ത ആളെ കുറ്റക്കാരനാണെന്നോ പറയാൻ നമുക്ക് അധികാരമില്ല. അതാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതേപോലെ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, ചില സുന്നത്തുകളൊന്നും നിത്യമായി ചെയ്യാതിരിക്കലാണ് നല്ലത്. നിത്യമായി ചെയ്യുമ്പോൾ അത് വാജിബാണ്, തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് ഒഴിവാക്കാം, ചില സമയത്ത് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ റമദാനിന്റെ ചിലപ്പോൾ 15-ന് ശേഷം, ചിലപ്പോൾ റമദാന്റെ അവസാനത്തെ 10-ൽ ഒക്കെ ചെയ്യാൻ അഭിപ്രായപ്പെടുന്നത്. കാരണം അതാണ്. ഒരു കാര്യം ചെയ്യട്ടെ, ഇന്ന് സുബഹിക്ക് ഇമാമും സജദയും പിന്നെ ദഹറുമാണ് ഓതിയത് അല്ലെ. ഇനി ഇമാം ഒരു ദിവസം വെള്ളിയാഴ്ച സജദ ഓതിയില്ല, അദ്ദേഹം വന്നുഹ അല്ലെങ്കിൽ അലംബേശ്വരം പോകും. നമ്മൾ ചോദിക്കൂലേ എന്താ നീ സജദ ഓതാൻ ചോദിക്കൂലേ? എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് സജദ ഓതും? സാധാരണക്കാരുടെ ധാരണ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഫജ്റിന് സജദയും ദഹറും ഓതണം, അത് വാജിബാണെന്നുള്ള തെറ്റിദ്ധാരണയാണ്. അതില്ലാതിരിക്കാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് ചില സമയത്ത് മാറ്റി പിടിക്കാം. റസൂലൊക്കെ തന്നെ ചെയ്തത്, റസൂല് റമദാനിന്റെ ആരംഭത്തിൽ 3 ദിവസം തറാവീഹ് ജമാഅത്തായി നിസ്കരിച്ചു. 3-ാമത്തെ ദിവസം പള്ളിയിലേക്ക് വന്നില്ല. എന്തുകൊണ്ടാണ് വരാതിരുന്നത്? അത് വാജിബാക്കപ്പെടുമോ എന്ന പേടി. ഇക്കാലഘട്ടത്തിൽ വാജിബാക്കപ്പെടുമോ എന്ന പേടി നമുക്ക് വേണ്ട. കാരണം വഹി ലഭിച്ചു, ഇനി ശരീരത്തിൽ നിയമമാക്കപ്പെടില്ല. മറിച്ച് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒഴിവാക്കാം, ചിലപ്പോൾ ചെയ്യാം. റസൂലുള്ളാഹി തന്നെ എല്ലാ വെള്ളിയാഴ്ചയും സജദയും അതുപോലെ തന്നെ ദഹറും എല്ലാം ഓതിയത്. ചില സമയം മാറ്റി ഓതിയിട്ടുണ്ട്, ചിലപ്പോൾ മുനാഫിഖ് ഓതി, ചിലപ്പോൾ ജുമ ഓതിയിട്ടുണ്ട്, ചിലപ്പോൾ സൂറത്ത് ആൽ ഇംറാൻ വെച്ച ആയത്തുകൾ ഓതിയിട്ടുണ്ട് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓതിയിട്ടുണ്ട്. അത് ഇതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ നിത്യമായി ചെയ്യുന്നത് ചിലപ്പോൾ ഒഴിവാക്കി, ചിലപ്പോൾ ചെയ്യാം, ചിലപ്പോൾ ചെയ്യാതിരിക്കാം. അത് മുസ്തഹബാണെന്നുള്ളത് വേർതിരിച്ച് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അടികൂടാനോ അതിന് തർക്കിക്കാനുള്ള വിഷയങ്ങളല്ല, മുസ്തഹബായ കാര്യം മാത്രമാണ്. അത് ചെയ്യണം എന്ന് വാശി പിടിച്ച് ചെയ്യണം, ഒക്കതായ സുന്നത്തും അല്ല. വേണ്ടവർ ചെയ്യാം, വേണ്ടവർ ചെയ്യാതിരിക്കാം. അത്രയൊരു വിഷയം. നമ്മൾ അതിൽ ആലോചിച്ച് തലമുണ്ടാക്കൊന്നും വേണ്ട. നമ്മുടെ പള്ളിയിൽ എന്താണോ ചെയ്യുന്നത് അത് തുടരുക. അതാണ് ഏറ്റവും അഭികാമ്യമായ സാത്വികന്മാരായ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ളത്. അത് അല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.